ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ പദ്ധതികളാണ്. ഈ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ആദ്യം മുതൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും സംശയമുള്ളതുണ്ടെങ്കിൽ എഴുതി വെച്ചിട്ട് പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ വിള പരിപാലനത്തോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ലക്ഷ്യമിടുന്ന ക്യാമ്പയിൻ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ വിള പരിപാലനത്തോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ലക്ഷ്യമിടുന്ന ക്യാമ്പയിൻ. തെങ്ങിന് തടം മണ്ണിന് ജലം, തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ക്യാമ്പയിനാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ വിള പരിപാലനത്തോടൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ ലക്ഷ്യമിടുന്നത്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായി അവയ്ക്ക് കാടിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായി അവയ്ക്ക് കാടിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതിയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാനായി അവയ്ക്ക് കാടിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്ന കേരള സർക്കാർ പദ്ധതി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഒരു പച്ച മതിൽ തീർക്കുന്ന പദ്ധതി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഒരു പച്ച മതിൽ തീർക്കുന്ന പദ്ധതി ഗ്രീൻ ദി ഗ്യാപ്പ്. ഗ്രീൻ ദി ഗ്യാപ്പ് എന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ അതിർത്തി പഞ്ചായത്തുകളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച ഒരു പച്ച മതിൽ തീർക്കുന്ന പദ്ധതി. കൃഷി വകുപ്പിന്റെ യോഗങ്ങളും പ്രവർത്തനങ്ങളും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതിനുള്ള പദ്ധതി. കൃഷി വകുപ്പിന്റെ യോഗങ്ങളും പ്രവർത്തനങ്ങളും ലൈവായി സംപ്രേഷണം ചെയ്യുന്നതിനുള്ള പദ്ധതി. വെളിച്ചം. വെളിച്ചം എന്ന് പറയുന്ന പദ്ധതിയാണ് കൃഷി വകുപ്പിന്റെ യോഗങ്ങളും പ്രവർത്തനങ്ങളും ലൈവായി സംപ്രേഷണം ചെയ്യുന്നത്. അയൽക്കൂട്ട അംഗങ്ങൾക്കായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി. അയൽക്കൂട്ട അംഗങ്ങൾക്കായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി. ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതിയാണ് അയൽക്കൂട്ട അംഗങ്ങൾക്കായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി. കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, സ്ത്രീ കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ പദ്ധതി. കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, സ്ത്രീ കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കുടുംബശ്രീ പദ്ധതി. കെ-ടാപ്പ്. കെ-ടാപ്പ് എന്ന പദ്ധതിയാണ് കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, സ്ത്രീ കർഷകർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ആരംഭിച്ചത്. പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കായി പരിശീലനം ലഭിച്ച സഹായികളെ ലഭ്യമാക്കുന്ന പദ്ധതി. പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കായി പരിശീലനം ലഭിച്ച സഹായികളെ ലഭ്യമാക്കുന്ന പദ്ധതി. കെ-4 കെയർ. കെ-4 കെയർ എന്ന പദ്ധതിയാണ് പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കായി പരിശീലനം ലഭിച്ച സഹായികളെ ലഭ്യമാക്കുന്ന പദ്ധതി. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഭാഷാ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഭാഷാ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. കമ്മ്യൂണിക്കോർ. കമ്മ്യൂണിക്കോർ എന്ന പദ്ധതിയാണ് തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും വേണ്ടി ഭാഷാ നൈപുണ്യ വികസനം ലക്ഷ്യമിട്ടത്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഹരിത നഗര ക്യാമ്പയിൻ. വിമൺ ഫോർ ട്രീസ്. വിമൺ ഫോർ ട്രീസ് ആണ് കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ നടപ്പിലാക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ. കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി. കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി. ഹാപ്പി കേരളം. ഹാപ്പി കേരളം എന്ന പദ്ധതിയാണ്
കുടുംബങ്ങളിലെ സന്തോഷം ഇരട്ടിപ്പിക്കാൻ ലക്ഷ്യമിട്ടത്. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പുകളുടെ വിപുലീകരണവും അവയെ കൂടുതൽ ശക്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനതല ക്യാമ്പയിൻ. കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പുകളുടെ വിപുലീകരണവും അവയെ കൂടുതൽ ശക്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനതല ക്യാമ്പയിൻ. ഓക്സലോ കണയാണ് കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പുകളുടെ വിപുലീകരണവും അവയെ കൂടുതൽ ശക്തമാക്കാനും ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനതല ക്യാമ്പയിൻ. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കാനുള്ള പദ്ധതി. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കാനുള്ള പദ്ധതി. പ്രകൃതിയോടൊപ്പം എന്ന പദ്ധതിയാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കാനുള്ള പദ്ധതി. പട്ടികവർഗ മേഖലയിൽ ഉള്ളവർക്ക് സംരംഭങ്ങളിലൂടെ തൊഴിൽ നൽകുന്ന പദ്ധതി. പട്ടികവർഗ മേഖലയിൽ ഉള്ളവർക്ക് സംരംഭങ്ങളിലൂടെ തൊഴിൽ നൽകുന്ന പദ്ധതി. കേട്ടിങ് എന്ന പദ്ധതിയാണ് പട്ടികവർഗ മേഖലയിൽ ഉള്ളവർക്ക് സംരംഭങ്ങളിലൂടെ തൊഴിൽ നൽകുന്ന പദ്ധതി. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സംവിധാനം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സംവിധാനം. ഹോം ഷോപ്പാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്ന സംവിധാനം. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.